കടലാക്രമണ ഭീതിയിൽ കഴിയുകയാണ് തിരുവനന്തപുരത്തെ തീരദേശ ജനത. അഞ്ചുതെങ്ങ്, മുതലപ്പുഴി, പൂന്തുറ തുടങ്ങിയ സ്ഥലങ്ങളിൽ രൂക്ഷമായ കടലാക്രമണമാണ് അനുഭവപ്പെടുന്നത്. 4 ദിവസമായി വൈദ്യുതി ഇല്ലാത്തതും പ്രതിസന്ധിയാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ ജനിച്ച കാലം മുതൽ ഇവിടെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഭയങ്കര പേടിയാണ്. കടലിൽ കയറുമോ എന്നുള്ള പേടിയിൽ നമ്മൾ കിടക്കുന്നേ. കലിതുള്ളുന്ന കടൽ, പെയ്തിറങ്ങുന്ന പേമാരി, ചുറ്റിലും പേടിയാണിവർക്ക്. ഇക്കാണുന്ന അഞ്ചുതെങ്ങിൽ നീണ്ടുകിടന്നൊരു കരയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും തെങ്ങൊക്കെ ഉണ്ടായിരുന്നേ, ചീലാന്തിയൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം പോയി. കടലിൽ അങ്ങ് വരെ ഉണ്ടായിരുന്നേ മണ്ണ്. ഈ പിള്ളേരൊക്കെ പന്ത് കളിക്കുന്നതൊക്കെ എവിടെയായിരുന്നു. അപ്പം സ്ഥലം ഉണ്ടായിരുന്നു ഒരുപാട്. കടലാക്രമണം ഇന്നലെയും ഉണ്ടായി. തീരദേശ റോഡ് കടന്ന തിരമാലകൾ വീട് തൊട്ടു. മഴക്കാലമെത്തിയതോടെ കടലിൽ പോകാനാവുന്നില്ല. പ്രാരാബ്ദങ്ങളുടെ ഇരുളിലാണ് ജീവിതം. റേഷനറി ഉണ്ടല്ലോ, അത് വാങ്ങാനുള്ള ജീവിതമാണ്. അല്ലാതെ വേറെ വരുമാനം എന്താ? മത്സ്യത്തൊഴിലാളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടി, അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. കടലാക്രമണത്തിൻ്റെ ദുരിതത്തിനൊപ്പം KSEBയുടെ ഇരുട്ടടി. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. ഇന്ന് 4 ദിവസമായി പോയിട്ട് കറണ്ടില്ല, ഇരുട്ടത്തിരിക്കുക. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക ഇവിടെ. അഞ്ചുതെങ്ങിലെ അന്നമ്മ ഫെലിക്സ് KSEBക്കാരെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം 4 കഴിഞ്ഞു. തിരക്കൊഴിഞ്ഞ നേരമില്ലെന്നാണ് കടയ്ക്കാവൂർ KSEBയുടെ മറുപടി. കടലിൻ്റെ ഭീകരതയിൽ ഇരുട്ടത്തിരിക്കുകയാണ് അന്നമ്മയെപ്പോലെ ഒരുപാട് അമ്മമാർ. കടലാക്രമണം ജീവനെടുക്കാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ വേണം. സമ്പാദിച്ചതൊക്കെ കാക്കാൻ കരുത്തിന് സർക്കാർ ഒപ്പം വേണം. മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല തീരദേശ ജനത. പോയ വർഷങ്ങളിൽ കലിതുള്ളിയെത്തെ കടലെടുത്ത വീടുകളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയിൽ കഴിയുകയാണ് ഇവിടുത്തെ 100 കണക്കിന് കുടുംബങ്ങൾ. ഉള്ളിൽ കടലോളം പേടിയുമായി. അഞ്ചുതെങ്ങിൽ നിന്ന് രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അശ്വിൻ പാലാഴി, 24.